തമിഴ്നാട്ടിൽ നിന്നും അയ്യപ്പ ഭക്തരുമായി എത്തിയ വ്യാജ വാഹനം ഇടുക്കി കുമ്മളിയിൽ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. ചെന്നൈ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഫോഴ്സ് ട്രാവലർ മറ്റൊരു വാഹനത്തിന്റെ രേഖകളും നമ്പറും ഉപയോഗിച്ചാണ് കേരളത്തിലേക്ക് എത്തിയത്. വാഹനത്തിന്റെ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയില്ലാതെ കമ്പം ചെക്ക് പോസ്റ്റ് വഴി ഇത്തരത്തിൽ നിരവധി വ്യാജ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടെന്നാണ് സൂചന. കർണാടകയിൽ നിന്നും ട്രെയിൻ മാർഗം ചെന്നൈയിലെത്തിയ അയ്യപ്പ ഭക്തർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വാഹനം വാടകയ്ക്കെടുത്തത്. കുമളിയിൽ മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റിലെത്തിയപ്പോൾ വാഹനത്തിന്റെ ഡ്രൈവറുടെ ഇടപെടലിൽ അസ്വാഭാവികത തോന്നിയ ഉദ്യോഗസ്ഥർ വാഹനത്തിന്റെ രേഖകൾ പരിശോധിക്കുകയായിരുന്നു. തമിഴ്നാട്ടിലോടുന്ന മറ്റൊരു വാഹനത്തിന്റെ രേഖകളും നമ്പരും പതിപ്പിച്ചാണ് വാഹനം എത്തിയതെന്ന് പരിശോധനയിൽ കണ്ടെത്തി. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് കർണാടകയിൽ നിന്നും വന്ന 12 അയ്യപ്പ ഭക്തരായിരുന്നു. ഇവർ കർണാടകയിൽ നിന്ന് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയും അവിടെ നിന്ന് വാടകയ്ക്ക് ഈ മാക്സി ക്യാബ് വിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് ഈ വാഹനമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവരെ ഞങ്ങൾ 2 വാഹനങ്ങളായിട്ട് കുമളി ടാക്സി നിന്നും 2 വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് ശബരിമലയിലേക്ക് ദർശനത്തിനായിട്ട് വിടുകയും ചെയ്തിട്ടുള്ളതാണ്. ചെന്നൈ സ്വദേശിയായ ആൽവിൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. വാഹനത്തിലുണ്ടായിരുന്ന രേഖകൾ ഇയാളുടെ തന്നെ മറ്റൊരു വാഹനത്തിൻ്റെതുമാണ്. ശബരിമല സീസൺ മുൻനിർത്തി ഇത്തരത്തിൽ നിരവധി വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നുണ്ടെന്നാണ് വിവരം. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയില്ലാത്ത കമ്പംപെട്ട് ചെക്ക് പോസ്റ്റിലൂടെയാണ് ശബരിമലയിലേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഈ ചെക്ക് പോസ്റ്റിലൂടെയാണ് ഇത്തരത്തിലുള്ള നിരവധി വ്യാജ വാഹനങ്ങൾ കടന്നു പോകുന്നതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള പരിശോധനകൾ വേണ്ട എന്ന നിർദ്ദേശം മുതലെടുത്താണ് ഇത്തരക്കാർ കേരളത്തിലേക്ക് എത്തുന്നത്. മതിയായ പെർമിറ്റ് എടുക്കാതെ കടന്നു വരുന്ന വാഹനങ്ങളും ഏറെയാണ്. ഇത്തരം വാഹനങ്ങൾ കണ്ടെത്തുന്നതിന് ശക്തമായ പരിശോധന വേണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ജനം, ഇടുക്കി.